നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു CBI. അറസ്റ്റ് രേഖപ്പെടുത്തിയ 5 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി. പ്രതികൾക്കിടയിലെ പണമിടപാട് കണ്ടെത്താൻ ശ്രമം തുടരുകയാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ചോർച്ചയുടെ ഉറവിടത്തിലേക്ക് ഉടനെത്താൻ കഴിയുമെന്നാണ് CBIയുടെ വിലയിരുത്തൽ. മഹാരാഷ്ട്രയിലെ നാസിക് സ്വദേശി ശുഭം ഖൈർനാർ, ഗുരുഗ്രാമിലെ ഡോക്ടർ യാഷ് യാദവ്, രാജസ്ഥാനിലെ ജയ്പൂർ സ്വദേശിയും BJP പ്രവർത്തകനുമായ ദിനേശ് ബിവാൽ, സഹോദരങ്ങളായ മംഗിലാൽ, വികാസ് ബിവാൽ എന്നിവരെയാണ് CBI കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത്. മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്ത ധനഞ്ജയ് ലോഖണ്ഡെ, മനീഷ വാഗ്മരെ എന്നിവരെ CBIക്ക് കൈമാറിയിട്ടുണ്ട്. ശുഭത്തിന് ചോദ്യപേപ്പർ ലഭിച്ചതുമായി ബന്ധപ്പെടുത്തിയാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ 3 പേരെയും കൂടുതൽ ചോദ്യം ചെയ്ത് ചോർച്ചയുടെ ഉറവിടത്തിലേക്ക് എത്താനാകുമെന്ന് അന്വേഷണ ഏജൻസി കരുതുന്നു. എന്നാൽ താൻ മുഖ്യ സൂത്രധാരനല്ലെന്നാണ് ശുഭം ചോദ്യം ചെയ്യലിനിടെ CBIക്ക് നൽകിയ മൊഴി. പോലീസിന്റെ പരിശോധനയിൽ നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്ര, രാജസ്ഥാൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ വ്യാപകമായ പരിശോധനയും അന്വേഷണവും നടക്കുന്നത്. CBIയുടെ അന്വേഷണ സംഘം ഉടൻ കേരളത്തിലുമെത്തി വിവരശേഖരണം നടത്തും. കേസിൽ അറസ്റ്റിലായ ഗുരുഗ്രാമിലെ ഡോക്ടർ യാഷ് യാദവ് വഴിയാണ് ചോദ്യപേപ്പർ രാജസ്ഥാനിൽ എത്തിയതെന്നാണ് CBI കണ്ടെത്തൽ. നിലവിൽ അന്വേഷണം കൂടുതൽ വിദ്യാർത്ഥികളെയും കോച്ചിംഗ് സെന്ററുകളെയും കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടെ ഇന്നും ചോദ്യപേപ്പർ ക്രമക്കേടിൽ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയർന്നു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.